ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റജിൻ കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ മസാല മൂത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ടാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ടേസ്റ്റ് ആകണമെങ്കിൽ ചെറിയ ഉള്ളിയിൽ വറവിട്ടാൽ മതിയാകും. അല്ലെങ്കിൽ ഒന്നുകൂടി ഹെവി ആക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും വറവിടുന്നതിന് മുമ്പേ. അപ്പോൾ ഒന്നുകൂടി ഇത് ഹെവി ആകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓൾ എന്ന ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.